എൻ്റെ മരണത്തിന് കാരണം പോലീസ് ഉദ്യോഗസ്ഥനായ ഗോപാൽ മദനെയാണ്. അയാൾ എന്നെ 4 തവണ ബലാത്സംഗം ചെയ്തു. 5 മാസത്തിലേറെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു. മഹാരാഷ്ട്രയിൽ ലൈംഗിക പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്ത യുവ വനിതാ ഡോക്ടർ കൈപ്പത്തിയിൽ എഴുതിയ കുറിപ്പാണിത്. സംഭവത്തിന് പിന്നാലെ ആരോപണ വിധേയനായ സബ് ഇൻസ്പെക്ടർ ഗോപാൽ മദനയെ സസ്പെൻഡ് ചെയ്തു. അതേസമയം ഡോക്ടറുടെ ആത്മഹത്യയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. സത്താറയിലെ ഫൾട്ടൺ സബ് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തിരുന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആത്മഹത്യ ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കൈപ്പത്തിയിൽ കുറിച്ചുവെച്ചായിരുന്നു ആത്മഹത്യ. 5 മാസത്തിനിടെ 4 തവണ ഗോപാൽ മദനെ എന്ന SI തന്നെ ബലാത്സംഗം ചെയ്തതായി ഡോക്ടർ ആരോപിക്കുന്നു. ജൂൺ 19-ന് ഫൾട്ടണിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന് നൽകിയ കത്തിലും വനിതാ ഡോക്ടർ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതായി വിവരം പുറത്തു വന്നിട്ടുണ്ട്. SI മദനെ, സബ് ഡിവിഷണൽ പോലീസ് ഇൻസ്പെക്ടർ പാട്ടീൽ, അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ലഡ്പുത്രെ എന്നിവരുടെ പേരുകളാണ് കത്തിൽ പരാമർശിച്ചിരുന്നത്. ഡോക്ടറുടെ ആത്മഹത്യ വൻ വിവാദമായതോടെ സബ് ഇൻസ്പെക്ടർ ഗോപാൽ മദനെയെ സസ്പെൻഡ് ചെയ്തു. മറ്റുദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണമുണ്ടാകും. എന്റെ മരണത്തിന് കാരണം പോലീസ് ഇൻസ്പെക്ടർ ഗോപാൽ മദനെയാണ്. അയാൾ എന്നെ 4 തവണ ബലാത്സംഗം ചെയ്തു. 5 മാസത്തിലേറെയായി അയാൾ എന്നെ ബലാത്സംഗത്തിനും മാനസികവും ശാരീരികവുമായ പീഡനത്തിനും ഇരയാക്കി. ഇങ്ങനെയാണ് ഡോക്ടറുടെ കൈപ്പത്തിയിൽ കുറിച്ചിരിക്കുന്നത്. ആത്മഹത്യ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ വിവാദത്തിനും കാരണമായിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് നൽകിയ പരാതി അവഗണിച്ചതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രതിപക്ഷ ആരോപണം. മഹാരാഷ്ട്ര വനിതാ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ന്യൂസ് 18 മുംബൈ.